തൃശൂർ പൂരലഹരിയിലാണ്. പൂരക്കാലത്തെ അനുഭവങ്ങൾ 24-മായി പങ്കുവയ്ക്കുകയാണ് തൃശൂരിന്റെ സ്വന്തം സെലിബ്രിറ്റി ഗായത്രി സുരേഷ്. തൃശൂർ പൂരം നടക്കുന്ന വടക്കുംനാഥ ക്ഷേത്രത്തോട് ചേർന്ന് താമസിക്കുന്ന ഗായത്രിക്ക് വീട്ടുമുറ്റത്താണ് തൃശൂർ പൂരം. ഇത്തവണയും പൂരം ആഘോഷിക്കാൻ കഴിയുന്നതിന്റെ ത്രില്ലിലാണ് താരം. നിഖിൽ പരമേഷ് തയ്യാറാക്കി റിപ്പോർട്ട് കാണും. തൃശൂർ നഗരം തൃശൂർ പൂരത്തിന്റെ ഒരു വൈബിലേക്ക് ഇങ്ങനെ പൂർണ്ണമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഒരു അസൽ തൃശൂർക്കാരി ചേരുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രത്തോട് ഇത്ര ചേർന്ന് ഉള്ള ഒരു സെലിബ്രിറ്റി മറ്റാരും ഉണ്ടാവില്ല. ഗായത്രി സുരേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പൊ ഹാപ്പി പൂരം. എങ്ങനെയാണ് ഈ പൂരം നാളുകൾ നിങ്ങൾ തൃശൂർക്കാർ, അതും ഇത്ര അടുത്തുള്ള ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുക എങ്ങനെയൊക്കെയാണ്? പൂരം ഫെസ്റ്റിവൽ ആണ്. നമ്മൾ ഈ ഓണം വിഷു എന്നൊക്കെ പറയണ പോലെ ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ, ഞങ്ങളുടെ സ്വന്തം ഫെസ്റ്റിവൽ എന്നുള്ളൊരു തോന്നലാണ്. ഈ പറഞ്ഞ പോലെ അടുത്ത് താമസിക്കുന്നോണ്ട് തന്നെ ഇവിടുന്ന് താഴത്തേക്ക് നോക്കിയാൽ തന്നെ ഫുൾ പൂരത്തിന്റെ അന്നൊക്കെ ഫുള്ളായിരിക്കും. പിന്നെ വെടിക്കെട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ടെറസിൽ നിന്നാ ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഗായത്രിക്ക് ഇപ്പം ഈ കുടമാറ്റവും അതുപോലെ തന്നെ മേളം ഇങ്ങനെ കൊട്ടിക്കയറുമ്പോഴൊക്കെ അവിടെ പോയി നിന്ന് കൈയൊക്കെ ഉയർത്തി ഒന്ന് ആഘോഷിക്കാൻ പറ്റാറുണ്ടോ സത്യത്തില്? കാരണം ആളുകൾ തിരിച്ചറിയുന്നുള്ളതുകൊണ്ട് അതിനൊരു അവസരം കിട്ടിയിട്ടുണ്ടോ? അത് ഞങ്ങൾ പോവാറില്ല. അത് കുടമാറ്റാണെങ്കിലും എഴുന്നള്ളിപ്പിന് പോവാറുണ്ട് കേട്ടോ. അതായത് ആ രാവിലെയുള്ള ഒരു പരിപാടിക്ക് അത്ര തിരക്കുണ്ടാവില്ല. അപ്പോ നന്നായി ഒരുങ്ങിയിട്ടൊക്കെ ഒന്ന് പോകുമ്പോ നല്ലൊരു ഒരു സന്തോഷാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ കുടമാറ്റം ഇതൊക്കെ വരുമ്പോ ഞങ്ങൾ വീട്ടിലിരുന്നിട്ടാണ് കാണുക. അപ്പൊ നമുക്ക് പൂരം വൈബിലാണല്ലോ, നമുക്കൊരു പൂരം പാട്ട് പാടിയാലോ? പൂരവുമായി ബന്ധപ്പെട്ടൊരു പാട്ട് പാടിയാലോ? ഓക്കെ, പാടാം. കാന്താ ഞാനും വരാം തൃശൂർ പൂരം കാണാൻ, കാന്തേ നീയും പോര് തൃശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമെനിക്കൊന്ന് കൊട്ടണം കാന്ത, പൂരമെനിക്കൊന്ന് കൊട്ടണം കാന്ത, തിമിലയെനിക്കൊന്ന് കാണണം കാന്ത, തിമിലയെനിക്കൊന്ന് കാണണം കാന്ത, തിമിലയെനിക്കൊന്ന് കൊട്ടണം കാന്ത, തിമിലയെനിക്കൊന്ന് കൊട്ടണം കാന്ത. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. അടിപൊളി. ഗായത്രി മറ്റ് ഭാഷകളിലൊക്കെ പോയിട്ട് നല്ല സിനിമകളൊക്കെ ചെയ്തു. എന്താണ് അവിടുത്തെ അനുഭവം? നല്ല അനുഭവം, നല്ല ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് കിട്ടുക. അതായത് ആദ്യത്തെ സിനിമയാണെങ്കിൽ പോലും എനിക്ക് തന്ന ആ ഒരു ട്രീറ്റ്മെന്റും എല്ലാം അത് ഞാനായോണ്ടല്ല കേട്ടോ, എല്ലാവരോടും അവരങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആണ്. അതായത് ഒരു ഓഫീസിൽ പോയി ഒരു കമ്പനിയിൽ പോയിട്ട് നമ്മൾ എങ്ങനെയാ വർക്ക് ചെയ്യുക അതുപോലെ തന്നെയാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വരെ ആയിരിക്കും മിക്ക ഷിഫ്റ്റുകളും ഉണ്ടാവുക. ചില ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ നൈറ്റ് ഷൂട്ടൊക്കെ പോണത്. ഇപ്പോഴും സത്യത്തിൽ ആ ആദ്യത്തെ സിനിമയുടെ ഒരു ഹാങ് ഓവറിലാണ് ഗായത്രി ആളുകൾ കാണുന്നതെന്ന് തോന്നുന്നു അല്ലെ? ജമുന പ്യാരി എന്നാണ് എവിടെ ചെല്ലുമ്പോൾ ആളുകൾ ഗായത്രി ഓർക്കുന്നത്. ശരിയാണ്, എവിടെ പോവാണെങ്കിലും ജമുന പ്യാരിയിലുള്ള കുട്ടിയില്ലേ അങ്ങനെയാണ് പറയാ. അത് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പോലെ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ വാട്ട് ഇസ് ദാറ്റ് മാജിക് ഇൻ ജമുന പ്യാരി, അത് വീണ്ടും ഒന്ന് എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അതിന്റെ തുടർച്ചകൾ ഉണ്ടാവട്ടെ. തൃശ്ശൂർക്കാരി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ ഇങ്ങനെ പൂരം പോലെയുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ ആഘോഷമാക്കാനും ഈ തൃശ്ശൂർക്കാരിക്ക് കഴിയട്ടെ. അപ്പോൾ കൂട്ടുകാരിയൊക്കെ വിളിക്കുമെന്നാണ് പറയുന്നത് ഈ തവണത്തെ പൂരം കളറാക്കാൻ. സുമിത്തിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 തൃശൂർ.